ശ്രീ ടി കെ വിനോദൻ, വി എസ് അച്യുതാനന്ദന് 2 തവണ CPM സീറ്റ് നിഷേധിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 തവണയും തിരുത്തി, 2 തവണയും ജനങ്ങൾ തെരുവിലിറങ്ങി അത് തിരുത്തുകയാണ് ചെയ്തത്. അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതെന്ന് പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കേഡർ പാർട്ടിയായ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPM-ന് ഈ തെരുവിലൊക്കെ ഉണ്ടാവുന്ന രോഷം പരിഗണിച്ചൊരു തീരുമാനം മാറ്റേണ്ടി വന്ന ചരിത്രമുണ്ടപ്പോൾ ജനാധിപത്യ പാർട്ടിയായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രകടനം നടക്കുന്നു, ആളുകൾ അഭിപ്രായം പറയുന്നു എന്നൊക്കെ ഉള്ളത് വലിയ വിഷയമാണോ? ഇന്നും രാഹുൽ ഗാന്ധി ഈ വന്ന നേതാക്കളോട്, മുൻ PCC അധ്യക്ഷന്മാരോട് എങ്ങനെ ഈ പ്രതികരണം ഉണ്ടായി, ആരാണ് ഈ പ്രകടനങ്ങൾക്ക് പിന്നിൽ എന്നൊക്കെയാണ് പ്രധാനമായും ആരാഞ്ഞത്. അദ്ദേഹം കടുത്ത രോഷത്തിലാണ് എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ജനങ്ങൾക്ക് ഹിതകരമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാത്ത ഒരു തീരുമാനം വന്നാൽ ജനങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ആ പ്രതികരണം അവസാനിപ്പിക്കൂ ആദ്യം എന്നുള്ളതാണോ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട സമീപനം? സ്വാഭാവികമാണോ ആസൂത്രിതമാണോ എന്ന കാര്യത്തിൽ ആസൂത്രിതമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ എന്ന് മാറ്റട്ടെ. രാഹുൽ ഗാന്ധി പരാജയം ആണെന്നേ അല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഹിന്ദുത്വ ഫാഷിസത്തിനെതിരായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട്, നെഹ്റുവിയൻ സോഷ്യലിസം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം കാണിക്കുന്ന വ്യഗ്രത, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര, ഇതൊക്കെ ഇന്ത്യയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പുതിയ തരം രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അർത്ഥപൂർണമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞത് സംഘടനാപരമായി രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു ആശയവ്യക്തതയുള്ള, മതനിരപേക്ഷതയോട് അചഞ്ചലമായ കൂറുള്ള ഒരു നേതാവിന്, അദ്ദേഹത്തിന് സംഘടനാപരമായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ, രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവിന് UDF-ന്റെ വോട്ടർമാരെങ്കിലും കണ്ടത്. ആ ഒരു പുതിയ തരം രാഷ്ട്രീയം, പുതുതലമുറ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യത്യാസം, പഴയ തലമുറ രാഷ്ട്രീയവും പുതുതലമുറ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നമ്മുടെ ഈ പുതുതലമുറ എന്ന് പറയുന്ന MLA-മാരൊക്കെ മറുഭാഗത്ത് നിൽക്കുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അതിന് പ്രായോഗികമായ കാരണങ്ങളാണ്. നേരത്തെ ആരോ പറഞ്ഞു കേട്ടു, ഇലക്ഷന് ഫണ്ട് സഹായിച്ച അദ്ദേഹമാണ്, അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായ കാരണങ്ങളാണ്. പക്ഷേ നാട്ടിലെ ചെറുപ്പക്കാർ, പുതിയ ഇതിന് വോട്ട് ചെയ്തതിൽ മഹാഭൂരിപക്ഷം വരുന്ന UDF-ന് പുറത്തു നിൽക്കുന്ന ആളുകൾ, അവർ പ്രതീക്ഷയോടുള്ളത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ, മതനിരപേക്ഷതയോട് സന്ധി ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സാമുദായിക ശക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ, അവരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷിച്ച് ഈ പ്രതിപക്ഷത്തിന് ഇത്തവണ വോട്ട് ചെയ്തത്. അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വേറെ ഒരാൾ വരുന്നു എന്ന ഒരു ധാരണ ശരിക്കും അവരിൽ വളരെ വലിയ ആശങ്കയും പ്രതിഷേധവും രോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നേരത്തെ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ്സിന് കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ ഇത്രയും ലോയലായിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അലൈ ഉണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലാണ് ഐക്യമുന്നണി രാഷ്ട്രീയം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ ചില നമ്പറുകളൊക്കെ തെറ്റിപ്പോയെങ്കിലും 1960-ൽ ആരംഭിക്കുന്ന ആ ഐക്യമുന്നണി രാഷ്ട്രീയം കേരളത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഐക്യമുന്നണി രാഷ്ട്രീയം ഒരു ദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ വൈകി, 1ാം UPA കാലം മുതലാണ് ഈ ഐക്യമുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഉടനീളം ഈ അതിൻ്റെ ചരിത്രത്തിലൂടെ 56 വർഷത്തോളം പഴക്കമുള്ള ഒരു ബന്ധമാണ്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള, ആദ്യ ഐക്യമുന്നണിയായിരുന്നു, പിന്നീട് ഐക്യജനാധിപത്യ മുന്നണിയായതിനു ശേഷവും അങ്ങനെ നിന്നുകൊണ്ടിട്ടുള്ള ഒരു ഘടകകക്ഷിയെ, ആ ഘടകകക്ഷിയെ ഒപ്പം നിർത്താനും അവരുടെ വികാരങ്ങൾ മാനിക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇപ്പോൾ അവരെ ആക്ഷേപിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അതിനെ വിലക്കാൻ, ഇപ്പം ചിലർ പറയുന്നത് മുസ്ലിം ലീഗിന് വഴങ്ങാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവർ വേറൊരു തീരുമാനം എടുക്കാൻ പോകുന്നതെന്നാണ്. അതെന്തൊരു തെറ്റ്. കാരണം മുസ്ലിം ലീഗ് ആ മുന്നണിയിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരിക്കെ വഴങ്ങുന്നതും വഴങ്ങാത്തയും പ്രശ്നമല്ല, അവരുടെ അഭിപ്രായം കേൾക്കുക, അവർ പറയുന്നത് ശരിയുണ്ടോ നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റെല്ലാ ഘടകകക്ഷികളും ആ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യമല്ല. അപ്പം ഘടകകക്ഷികൾ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും MLA-മാരുടെ ഭൂരിപക്ഷം എന്ന തികഞ്ഞ സാങ്കേതികത പിന്തുടരുകയും ചെയ്യുന്നത് ശരിക്കും തെറ്റായൊരു കാര്യമാണ്. എനിക്കത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടുന്നതിന്, അദ്ദേഹത്തെ ഫീഡ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊരു വലിയ പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തന്നെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് നിന്ന ആളുകൾ തന്നെ ഇതിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലീനായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് അണ്ടർഹാൻഡ് ഡീലിങ്സും ബാക്ക്ഡോർ എൻട്രിയും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ചും UDF വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. ശരി.